ഹലോ ഗൈസ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് നിങ്ങൾ തമ്പനിയിൽ കണ്ടിട്ടുള്ള മീനച്ചാറാണ്. അതിന് ഞാൻ എടുത്തിട്ടുള്ളത് ചൂരമീനാണ് കേട്ടോ. നല്ല കഴുകി വൃത്തിയാക്കി ക്ലീനാക്കി വെച്ചിട്ടുള്ള ചൂരമീനാണ്. നല്ല രീതിക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് വെക്കണം, നല്ല സ്ക്വയർ സൈസിൽ. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് പൊടികൾ ഇതിലേക്ക് ഇടണം. അപ്പോൾ ആദ്യം തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഈ ഒരു മീത്തിന് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ഒന്നും മസാല മീത്തിലേക്കെല്ലാം പുരട്ടി കൊടുക്കണം. ഞാനിപ്പോഴും ആദ്യമായിട്ടാണ് മീനച്ചാർ ഇടുന്നത്. ജീവിതത്തിൽ ആദ്യമായിട്ട് ഉണ്ടാക്കിയ പാവക്കച്ചാർ നല്ല സൂപ്പറായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ മീനച്ചാർ നല്ല കിടിലനായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ 100% സ്നേഹത്തോടും കൂടിയാണ് ഞാൻ ഈ മീനച്ചാർ ഉണ്ടാക്കുന്നത്. കാരണം ചൂരമീൻ നമുക്ക് കറി വെച്ച് എപ്പോഴും മടുത്ത്. അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് വെറൈറ്റി ആകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ചൂര നമ്മൾ അച്ചാറിടുന്നത്. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ളത് ഒരു എൻ്റെ കൈ സൈസ് കണ്ടില്ലേ, ആ ഒരു സൈസിലുള്ള ഇഞ്ചി ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു ഫുൾ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതിൽ കൂടുതൽ വെളുത്തുള്ളി ഇടുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകും. കാരണം വെളുത്തുള്ളി തിന്നാൻ തന്നെ കുറച്ച് ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഒരു 8 പച്ചമുളകോളം, പിന്നെ കുറച്ച് വേപ്പില. ഇതിൽ വെളുത്തുള്ളിയുടെ അളവ് കൂടിയാലും പ്രശ്നമില്ല എന്നും പറഞ്ഞ് കുറേ ആവണ്ട. വെളുത്തുള്ളി ഇതിലിടുകയാണെങ്കിൽ അത് തിന്നാൻ തന്നെ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകും. അതുകൊണ്ടാണ് ഇത് കൂടുതലും പ്രശ്നമില്ലെന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ പച്ചമുളകെല്ലാം നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടിക്കെടുക്കാം. ഞാനിപ്പോൾ എരിവിത്തിരി കുറവായിട്ടുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് 8 പച്ചമുളക് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ എന്തായാലും മുളക് പൊടി ഇതിലേക്ക് കൂടുതലായിട്ട് ഇടുന്നുണ്ടല്ലോ, അപ്പോൾ എരിവ് കുറേ ആവണ്ട, ആവശ്യത്തിനുള്ളത്. കറിവേപ്പിലേക്ക് കുറച്ചും കൂടി ആവാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇന്നിപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ ഫ്രഷ് ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതൊക്കെ മാത്രമാണ് ഇതിലേക്ക് എടുക്കുന്ന സാധനങ്ങൾ. ഇനി നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ മസാല പുരട്ടി വെച്ചിട്ട് ഏകദേശം അരമണിക്കൂറായിട്ടുണ്ട്. മിനിമം അരമണിക്കൂറെങ്കിലും നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഒരു പാൻ ചൂടാക്കിയിട്ട് നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ടോട്ടലായിട്ട് ഈ അച്ചാർ ഉണ്ടാക്കാനുള്ള രീതിക്കാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. അതല്ല, അഡീഷണലായിട്ട് ഞാൻ വെളിച്ചെണ്ണ മാറ്റുന്നില്ല. ഈ ഒരു വെളിച്ചെണ്ണ തന്നെയാണ് നമ്മളിന്ന് അച്ചാർ ഫുൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മീൻ പീസസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 കിലോ മീൻ പീസ് 2 സെറ്റായിട്ടാണ് വറുത്തെടുക്കുന്നത്. കൂടുതൽ വെളിച്ചെണ്ണയിൽ നമുക്ക് വറുത്തെടുക്കാനായിട്ടാണെങ്കിൽ ഒറ്റ ട്രിപ്പിൽ വറുത്തെടുക്കാനുള്ള മീൻ കഷ്ണങ്ങളേ ഉള്ളൂ. പക്ഷേ വെളിച്ചെണ്ണ കുറേ വേസ്റ്റ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ 2 ട്രിപ്പായിട്ട് വറുത്തെടുക്കുന്നത്. ആദ്യം ഒരു 2 മിനിറ്റോളം ഫുൾ സ്പീഡിലിട്ടായിരിക്കണം നമ്മൾ മീൻ വറുക്കേണ്ടത്. എന്നാൽ മാത്രമേ മസാലയൊന്നും അതിൽ നിന്ന് പോകാണ്ട് ആ മീൻ കഷ്ണങ്ങളിലേക്ക് പിടിച്ച് നിൽക്കുള്ളൂ. അതിനുശേഷം നമുക്ക് ഫ്ലെയിം കുറച്ചിട്ടിട്ട് നല്ലപോലെ ഒന്ന് മുരിച്ചെടുക്കാം. ഇപ്പോൾ ഇത് ഒരു സൈഡ് നല്ലപോലെ മുരിഞ്ഞു വന്നിട്ടാണ്. നമുക്കിനി എല്ലാ കഷ്ണങ്ങളും നല്ലപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കൂടുതലായിട്ട് മുരിഞ്ഞു പോകരുത്. അങ്ങനെ മുരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും. നമുക്ക് ആ തിന്നുമ്പോഴൊന്നും വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ജസ്റ്റ് എല്ലാ ഭാഗങ്ങളൊന്നും നല്ലപോലെ ഒന്ന് മുരിഞ്ഞിട്ട്, അതായത് ആവശ്യത്തിന് കുക്കായിട്ടുള്ളൊരു പരുവം മതി, അല്ലാണ്ട് കരിച്ച് മുരിച്ചൊന്നും എടുക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാ പീസസും നമുക്ക് ഇതേപോലെ തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ടും ഒരു 2-3 മിനിറ്റ് കുറഞ്ഞ സ്പീഡിലിട്ട് ഒന്നും കൂടി വേവിച്ചെടുക്കാം. അപ്പോൾ അത് നമ്മുടെ മെയിൻ കഷ്ണങ്ങളെല്ലാം നല്ലപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കോരി മാറ്റാം. അതിനുശേഷം നമുക്ക് രണ്ടാമത്തെ സെറ്റും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മുരിച്ചെടുക്കാം. അങ്ങനെ നമ്മളിവിടെ രണ്ടാമത്തെ സെറ്റും നല്ലപോലെ വറുത്തിട്ട് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെയിം എണ്ണയിലേക്ക് 1 ടീസ്പൂൺ നിറയെ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വെളിച്ചെണ്ണ മാറ്റുന്നില്ല, സെയിം എണ്ണയിൽ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ഉലുവ. എല്ലാം നല്ലപോലെ പൊട്ടിയതിന് ശേഷം നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില ഇതെല്ലാം ഇട്ടിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റോളം നമ്മൾ കുറഞ്ഞ ഫ്ലെയിമിലിട്ടിട്ട് ഇതെല്ലാം നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. അങ്ങനെ ഇവിടെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകെല്ലാം നല്ലപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ നിറയെ കാശ്മീരി ചില്ലി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതെല്ലാം ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഏകദേശം 8 സെക്കൻഡോളം നമ്മൾ നല്ലപോലെ വഴറ്റിയാൽ മതി. അതിൽ കൂടുതൽ വഴറ്റി കഴിഞ്ഞാൽ പൊടികൾ കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഉപ്പും കൂടി ചേർത്തിട്ട് പെട്ടെന്ന് ഇളക്കിയെടുക്കാം.
ഇനി കൂടുതൽ ഇളക്കി നമ്മൾ സമയം കളയേണ്ട, പൊടികൾ കരിയിക്കാൻ വേണ്ട. നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഇനി നമ്മൾ മീൻ പീസസ് എല്ലാം നല്ലപോലെ വഴറ്റി ഈ ഒരു മസാലയിലേക്ക് ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 കപ്പോളം അല്ലെങ്കിൽ നമ്മളുടെ ആവശ്യത്തിന്, നിങ്ങൾക്ക് എത്രത്തോളം പുളി വേണമെന്നുള്ള ആ ഒരു ആവശ്യത്തിന് ഇതിലേക്ക് നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് തിളപ്പിച്ച വെള്ളം കൂടി, അതായത് തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കേണ്ടത്. അങ്ങനെ നമ്മൾ തിളച്ച വെള്ളം ഉപയോഗിക്കുകയാണെങ്കിൽ ഈ അച്ചാറിൻ്റെ ടേസ്റ്റ് കുറച്ച് കുറയും, എന്നിരുന്നാലും കുറച്ച് ഗ്രേവി ഉണ്ടാകും. അപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് ഇപ്പോൾ ഈ വിനാഗിരി ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള ഗ്രേവി ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ ഏകദേശം 1 കപ്പ് കണക്കിന് ഉള്ള രീതിക്കാണ് വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നാൽ മാത്രമേ മീറ്റിലേക്കൊക്കെ ആ പുളിയും ഉപ്പെല്ലാം പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കുള്ളൂ. അപ്പോൾ വിനാഗിരി ഇട്ടിട്ട് നല്ലപോലെ തിളച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചൂടുവെള്ളം ഓപ്ഷണലാണ്, ഗ്രേവി വേണ്ടവർക്ക് മാത്രം അത് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വിനാഗിരിയുടെ ചാറ് മാത്രം മതിയാകും. അങ്ങനെ ഇന്നത്തെ എൻ്റെ മീനച്ചാർ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. കാണാൻ നല്ല രസമുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴേക്കും ഗ്രേവിക്കൊക്കെ ആവശ്യത്തിനുള്ള ടേസ്റ്റ് ഉണ്ട്. പിന്നെ നമുക്ക് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു മിനിമം ഒരാഴ്ചയ്ക്ക് ശേഷം മാത്രമേ ഇത് കഴിച്ചാൽ മതി. വേറൊന്നുമല്ല, നല്ലപോലെ ഉപ്പും പുളിയൊക്കെ പിടിച്ചാൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഞാനിവിടെ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴേക്കും കുറച്ച് ഉപ്പ് കുറവാണ്. അപ്പോൾ ഞാൻ ഇച്ചിരി കോളം ഉപ്പ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം ഏതെങ്കിലും വെള്ളമില്ലാത്ത, ഒട്ടും വെള്ളത്തിൻ്റെ അംശം പാടില്ല കേട്ടോ, അത്തരത്തിലുള്ള കണ്ടെയ്നറിലേക്ക് നമുക്കിത് മാറ്റി വെക്കാം. എന്നിട്ട് ഒരാഴ്ചയ്ക്ക് ശേഷം മാത്രം ഇത് കഴിക്കുക. സാധാരണ ഞങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ തുടങ്ങും അച്ചാർ തീറ്റ. പക്ഷേ ഇത്തരത്തിലുള്ള മീനച്ചാറൊക്കെ എന്തായാലും ഒരാഴ്ചയ്ക്ക് ശേഷം മാത്രമേ ട്രൈ ചെയ്ത് നോക്കാൻ പാടുള്ളൂ. എന്നാൽ മാത്രമേ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അതല്ല ഇപ്പോഴേ തന്നെ തിന്നു തുടങ്ങുകയാണെങ്കിൽ ഒരാഴ്ച എന്ന് പറയാനായിട്ട് അതിന് മുന്നേ തന്നെ അച്ചാർ തീർന്നു പോകും. അപ്പോൾ എന്തായാലും എല്ലാവരും ക്ഷമിച്ച് പിടിച്ച് ഒരാഴ്ച തികയ്ക്കാൻ നോക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ്. നമുക്ക് 1-2 കഷ്ണങ്ങളുണ്ടെങ്കിൽ അത് മാത്രം തന്നെ കൂട്ടി ചോറിനാൻ പറ്റും. അപ്പോൾ നിങ്ങളിതെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഇന്നത്തെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മീനച്ചാർ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും റെസിപ്പി കാണുന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ പറഞ്ഞാൽ മതി. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ എന്തായാലും ആ റെസിപ്പി നിങ്ങളെ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ടാറ്റാ.